ഇൻ്റഗ്രലിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രലിൽ ഒരു പ്രോബ്ലം ചെയ്യാനും നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ നമ്മൾ റീജിയൻ ഓഫ് ടൈപ്പ് 1ഉം റീജിയൻ ഓഫ് ടൈപ്പ് 2ഉം പറഞ്ഞിരുന്നു അല്ലേ. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് ഈ വരുന്നത്. അപ്പോൾ പ്രോബ്ലം നോക്ക്. സ്കെച്ച് ദ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ 0 to 1 minus x square plus y square dy dx. ഫസ്റ്റ് ഇത് ചെയ്ത് നോക്കാം ആദ്യം. അതിൽ നമ്മൾ റീജിയൻ ഓഫ് ടൈപ്പ് 1ൽ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എ എഫ് ഓഫ് എക്സ് വൈ ഡി എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി g1 of x to g2 of x എഫ് ഓഫ് എക്സ് വൈ dy dx. ഇതായിരുന്നു നമ്മൾ റീജിയൻ ഓഫ് ടൈപ്പ് 1 പറഞ്ഞത്. അപ്പോൾ ഇവിടെ എക്സ് വാരീസ് ഫ്രം എവിടെ നിന്ന് കിട്ടാണ്? 0 less than or equal to x less than or equal to 1 ആണ് അല്ലേ. ആൻഡ് y varies from 0 less than or equal to y less than or equal to 1 minus x. അതായത് എക്സിന്റെ ലിമിറ്റ് എന്താണ്? കോൺസ്റ്റന്റ് ലിമിറ്റ് ആണ്. വൈൻ്റെ ലിമിറ്റോ വേരിയബിൾ ലിമിറ്റ് ആണ് അല്ലേ. എക്സ് എന്നുള്ളൊരു വേരിയബിളും കൂടെ ഉണ്ട്. അതായത് ഇത് ഏതാണ് വരുന്നത്? റീജിയൻ ഓഫ് ടൈപ്പ് 1 ആണ്. അപ്പോൾ നമുക്ക് അതിൽ ഇങ്ങനെ ചെയ്യാം അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to 1 minus x എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ ഫംഗ്ഷൻ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ആൾസോ നമുക്ക് എന്തുണ്ട്? സ്കെച്ച് ദ റീജിയൻ അല്ലേ. റീജിയനും കൂടെ വരക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പോൾ എന്തൊരു 0 to 1 വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ അല്ലേ. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ ക്യൂബ് ബൈ 3 എന്ന് വരും അല്ലേ. ഏതാണ് ലിമിറ്റ്? 0 to 1 minus x dx വരും. ഓക്കെ, ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കണം, ദെൻ ലോവർ ലിമിറ്റ് 0 കൊണ്ട് കുഴപ്പമില്ല അല്ലേ. അപ്പോൾ അപ്പർ ആൻഡ് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ഇൻറ്റു 1 minus x പ്ലസ് 1 minus x ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഓവർ dx അല്ലേ. അപ്പോൾ ഇനി എന്താ വരിക? ഇതിനെ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു ഇത് നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ഇൻ്റഗ്രൽ 0 to 1 ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3x സ്ക്വയർ വരും. പിന്നെ ഇവിടെ ഒരു 3 കൊണ്ട് ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3x ക്യൂബ് ഉണ്ടാവും അല്ലേ. 3x സ്ക്വയർ മൈനസ് 3x ക്യൂബ് പ്ലസ് 1 minus x ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഉണ്ടാവും അല്ലേ. 1 minus x ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഉണ്ടാകും. ആ 3നെ നമുക്ക് ഔട്ട് സൈഡ് എടുത്തിട്ട് 1/3 എന്നാക്കാം. ഇത് dx എഴുതാം. ഓക്കെ, ഈക്വൽ ടു 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 3x സ്ക്വയർ മൈനസ് 3x ക്യൂബ് പ്ലസ് 1 minus x ഹോൾ ക്യൂബ് എന്താ വരിക? 1 മൈനസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3b സ്ക്വയർ എ മൈനസ് ബി ക്യൂബ് അല്ലേ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി അല്ലേ. 3a സ്ക്വയർ ബി എന്ന് പറഞ്ഞാൽ 3x വരും പ്ലസ് 3b സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ 3x സ്ക്വയർ വരും അല്ലേ. മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ x ക്യൂബ് dx എന്ന് വരും. ഈക്വൽ ടു 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 ഇതിന് എന്ത് വരും? ഇവിടെ ഒരു 1 മൈനസ് 3x ക്യൂബ് ഉണ്ട്, മൈനസ് x ക്യൂബ് ഉണ്ട്, മൈനസ് 4x ക്യൂബ് ആവും അല്ലേ. അപ്പോൾ എന്ത് വരും? 3x സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 1 മൈനസ് 3x പ്ലസ് 3x സ്ക്വയറും 3x സ്ക്വയറും ഉണ്ട്, എന്താ 6x സ്ക്വയർ. ഇവിടെ മൈനസ് 3x ക്യൂബും x ക്യൂബും മൈനസ് 4x ക്യൂബ് dx വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 1/3 ഇൻറ്റു എക്സ് മൈനസ് 3x സ്ക്വയർ ബൈ 2 പ്ലസ് 6x ക്യൂബ് ബൈ 3 മൈനസ് 4x റൈസ് ടു 4/0 to 1 കൊടുക്കാം. ഓക്കെ, ഈക്വൽ ടു 1/3 ഇൻറ്റു അപ്പർ ലിമിറ്റ് 1 ആണ് അല്ലേ. 1 മൈനസ് 3/2 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3/2 പ്ലസ് 6/3 മൈനസ് 4/4 ലോവർ ലിമിറ്റ് 0 ആണ് വരിക. ഓക്കെ, 1/3 ഇൻറ്റു ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ 2 1 വരും അല്ലേ. അപ്പോൾ എന്ത് വരും? 1 മൈനസ് 3/2 എന്ന് പറഞ്ഞാൽ മൈനസ് 1/2 പ്ലസ് 2 മൈനസ് 1 വരും.
ഓക്കെ, അപ്പോൾ എന്തൊരു 2 മൈനസ് 1 1 ആണ്. 1 മൈനസ് 1/2 പറഞ്ഞാൽ 1/2. 1/2 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ 1/6 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡബിൾ ഇൻറ്റഗ്രൽ 0 to 1 0 to 1 minus x square plus y square dy dx equal to 1/6 ആണ് കിട്ടി അല്ലേ. സ്കെച്ച് ദ റീജിയൻ എന്നും കൂടെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ അല്ലേ. അപ്പോൾ നമുക്ക് റീജിയൻ എങ്ങനെ വരച്ചു നോക്കാം? ഇവിടെ 0 ലെസ് ദാൻ x varies from 0 to 1 and y varies from 0 to 1 minus x വരും അല്ലേ. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ 0 1 ഉള്ള പോയിന്റ് തന്നെ കൊടുക്കാം. എക്സ് വാരീസ് ഫ്രം എവിടെ നിന്നാണ്? 0 to 1 ആണ് അല്ലേ. അപ്പോൾ 0 to 1 ആണ്. എക്സ് വാരീസ് ഫ്രം 0 to 1 ഉള്ള പോയിന്റ് കിട്ടി. ആൻഡ് വൈ ഇവിടെ നമുക്ക് കിട്ടിയിരുന്നത് y ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട് അല്ലേ. എന്ന് നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണെന്ന് എഴുതാം അല്ലേ. അതായത് ഇവിടെ എക്സിന് നമ്മൾ 1 കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ എന്താ വരിക? 0 ആണ്. അതുപോലെ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ വാല്യൂ എന്ത് വരും? 1 വരും. അപ്പോൾ നമുക്ക് ഏത് പോയിന്റ് എഴുതാം? 1 0 ആൻഡ് 0 1 ഈ രണ്ട് പോയിന്റ് എഴുതാം അല്ലേ. 1 0 0 1 ഉള്ള പോയിന്റ് കിട്ടും അല്ലേ. അതായത് 1 0 എവിടെയാണ് വരുന്നത്? 0 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വരക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരിക. വൈ വാരീസ് ഫ്രം വൈൻ്റെ വാല്യൂ എക്സ് വാരീസ് ഫ്രം ഈ റീജിയൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ റീജിയൻ വരുന്നത്. ഓക്കെ, ഇതാണ് ഇന്റഗ്രേഷന്റെ റീജിയൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അതുപോലെ എങ്ങനെ ചെയ്യാം? ഇത് റീജിയൻ ഓഫ് ടൈപ്പ് 2 ആണ് അല്ലേ. കാരണം ആദ്യം നമ്മൾ ഇവിടെ വരുന്നത് 0 to 1 ആൻഡ് 0 to y സ്ക്വയർ. ഫസ്റ്റ് നോക്ക്, ഇത് വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ്. ഇത്രയും പോർഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അതായത് ഇത് എക്സിന്റെ ലിമിറ്റ് ആണ്. 0 to y സ്ക്വയർ എന്ന് പറയുന്നത് എക്സിന്റെ ലിമിറ്റ് ആണ്. അപ്പോൾ ഇവിടെ വൈന് എന്താണ്? കോൺസ്റ്റന്റ് ലിമിറ്റും എക്സിന് വേരിയബിൾ ലിമിറ്റും ആണ് അല്ലേ. അതായത് y varies from 0 to 1 and x varies from 0 to y സ്ക്വയർ എന്ന് വരും. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റീജിയൻ ഓഫ് ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to 1 0 to y സ്ക്വയർ 3y³ e raised to xy dx dy ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1. ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും 3y³ e raised to xy by y എന്നുണ്ടാകും അല്ലേ. ഇവിടെ xyന്റെ ഇന്റഗ്രൽ വീണ്ടും നമ്മൾ കൊടുക്കുമ്പോൾ എന്തുവരും? by y എന്നുണ്ടാകും. ഓക്കെ, 0 to y square dy ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1. ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തൊരു 3y³ ഇൻറ്റു ഇ റൈസ് ടു ഇതിനാണ് കൊടുക്കുന്നത് അല്ലേ. 3y² y ഡിവൈഡഡ് ബൈ y വരും. മൈനസ് 3y³ ഇൻറ്റു ഇ റൈസ് ടു എക്സിൻ്റെ ലിമിറ്റ് 0 ആണ്. 0y ഡിവൈഡഡ് ബൈ y വരും. ഓക്കെ, y വരും. ഓക്കെ, dy വരും. ഇന്റഗ്രൽ 0 to 1. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു y² ആവും അല്ലേ. അപ്പോൾ 3y² ഇൻറ്റു ഇ റൈസ് ടു y³ എന്ന് വരും. മൈനസ് ഇവിടെ എന്ത് വരും? ഇവിടെ y² ആവും. അതായത് 3y² ഇൻറ്റു ഇ റൈസ് ടു 0 ആണ് 1 ആയി പോകും. 3y² dy എന്ന് വരും. ഇനി എന്ത് ചെയ്യാം? നമ്മൾ വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു y²ൻ്റെത് y³ ബൈ 3 ഇൻറ്റു ഇ റൈസ് ടു y³ എന്ത് വരും? ഇ റൈസ് ടു y³ ഡിവൈഡഡ് ബൈ y³ എന്ന് വരും. മൈനസ് 3y³ ബൈ 3 എന്ന് വരും അല്ലേ. 0 to 1 ആണ് ലിമിറ്റ് വരുന്നത്. ഈക്വൽ ടു ഇതിനെ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 3 ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ y³ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എന്ത് വരും? ഇ റൈസ് ടു y³ മൈനസ് y³ എന്ന് വരും അല്ലേ. ഇ റൈസ് ടു ഈക്വൽ ടു ഇ റൈസ് ടു y³ മൈനസ് y³ 0 to 1 ഈക്വൽ ടു ഇത് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇ റൈസ് ടു 1 അല്ലേ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 1 മൈനസ് 1. പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് ഇ റൈസ് ടു 0 പറഞ്ഞാൽ 1 അല്ലേ. ഇ റൈസ് ടു 0 പറഞ്ഞാൽ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇ മൈനസ് 2 എന്നാണ് വരും അല്ലേ. ഇ റൈസ് ടു 1 പറഞ്ഞാൽ 1 തന്നെയാണ്. ഇ റൈസ് ടു 1 പറഞ്ഞാൽ ഇ തന്നെയാണ്. ഇ മൈനസ് 1 മൈനസ് 1 പറഞ്ഞാൽ ഇ മൈനസ് 2 എന്ന് വരും. ഓക്കെ, ഇ മൈനസ് 2 ആണ് അപ്പോൾ ആൻസർ വരുന്നത്. ഇനി ഇതിൻ്റെ റീജിയൻ നമുക്ക് വരച്ച് നോക്കാം. എക്സ് വൈ ആക്സിസിൽ തന്നെ y varies from 0 to 1 ആണ് അല്ലേ. y varies from 0 to 1 and x varies from x equal to ഇവിടെ എന്താണ്? x equal to y² എന്നുള്ളതാണ്. ഓക്കെ, x equal to y² എന്നുള്ളതാണ് പോയിന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എക്സിന്
x ഈക്വൽ ടു 0 കൊടുത്താൽ y എന്തായിരിക്കും 0 ആയിരിക്കും. x ഈക്വൽ ടു 1 ആകുമ്പോൾ y 1 ആയിരിക്കും. അപ്പോൾ 0 0 1 1 ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്താ വരിക, x ഈക്വൽ ടു 2 ആകുമ്പോൾ y ഈക്വൽ ടു 4 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ വരും, ഇവിടെ 1 2 എന്നുള്ള പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 1 ഇവിടെ ഒരു പോയിന്റ് വരും. നെക്സ്റ്റ് 2 4 അല്ലേ, 2 4 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് 1 1 എങ്ങനെയാണ് റീജിയൻ വരുന്നത് നോക്കാം. 0 0 ഉണ്ട്. ഇങ്ങനെയായിരിക്കും നമ്മുടെ കർവ് വരിക. ഇതാണ് സ്കെച്ച് ദ റീജിയൻ ഓഫ് ടൈപ്പ് 2. ഇത് ഏതാണ് വരുന്നത്, x ഈക്വൽ ടു y സ്ക്വയർ. ഓക്കെ, ഇതായിരിക്കും റീജിയൻ വരിക. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയായിരിക്കും കർവ് പോവുക അല്ലേ. അങ്ങനെ ഇവിടെ 0 0 നെക്സ്റ്റ് 1 1 പിന്നെ 2 4 അങ്ങനെ ആയിരിക്കും പോകുക. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ഉള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ ഏതാ വരിക, 0 1 ഉം y വാരി ചെയ്യുന്നത് 0 to 1 ഉം x വാരി ചെയ്യുന്നത് 0 to y സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏതാ റീജിയൻ വരിക, ഇതായിരിക്കും റീജിയൻ. നെക്സ്റ്റ് ഇനി നമുക്ക് ലിമിറ്റ് തരാത്ത കേസ് വരിക. അതായത് ഇപ്പം ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് തന്നിരുന്നു, ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ് ഇതാണെന്ന് തന്നിരുന്നു അല്ലേ. ഇനി ലിമിറ്റ് നമുക്ക് തരാതെ y ഈക്വൽ ടു ആൻഡ് x ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേസ് തരാന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഫൈൻഡ് ചെയ്യണം. ആദ്യം നമ്മൾ ലിമിറ്റ് കണ്ടെത്തണം. അതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ലിമിറ്റ് കണ്ടെത്താൻ 4 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങനെ വരുന്ന പ്രോബ്ലംസിന് ലിമിറ്റ് കണ്ടെത്തിയിട്ട് വേണം ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ അതെന്താ നോക്കാം. അപ്പോൾ ഇതാണ് ആ റിമാർക്ക്. അതായത് നമുക്ക് ലിമിറ്റ് തരാത്ത കേസിൽ നമുക്ക് എങ്ങനെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറയുന്നത്, നമുക്ക് സ്കെച്ച് ഗ്രാഫ് വരക്കാം. ഏതാണോ നമുക്ക് കർവ് തന്നിട്ടുള്ളത് ആ കർവ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫ് വരച്ചതിന് ശേഷം റീജിയൻ, ഇൻറ്റഗ്രേഷൻ്റെ റീജിയൻ ഏതാന്നുള്ളത് കണ്ടെത്തുക അല്ലേ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇമാജിൻ എ വെർട്ടിക്കൽ ലൈൻ L കട്ടിംഗ് ത്രൂ R in the direction of increasing y. Mark the y value where L enters and leaves the region R. Let these values be y is equal to g1 of x and y is equal to g2 of x. അപ്പോൾ എന്താണ് ഈ സ്റ്റെപ്പ് 2 പറയുന്നത്, നമ്മൾ സപ്പോസ് ഒരു XY പ്ലെയിനിലൂടെ ഒരു റീജിയൻ നമുക്ക് കിട്ടി. കർവൊക്കെ വരച്ചതിന് ശേഷം നമുക്കൊരു റീജിയൻ കിട്ടി R. അപ്പോൾ ഈ ഒരു റീജിയൻ പാസ് ചെയ്യുന്ന 2 3 കർവുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ കർവുകൾ വെച്ചിട്ട് നമുക്ക് റീജിയൻ കിട്ടുന്നത്, ഇൻറ്റഗ്രേഷൻ്റെ റീജിയൻ കിട്ടുന്നത്. അപ്പോൾ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ഇവിടെ ചെയ്യുന്നത്, ഒരു വെർട്ടിക്കൽ ലൈൻ L അല്ലേ കട്ടിങ് ത്രൂ R, ആറിനെ കട്ട് ചെയ്ത് പോകുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ വരക്കാനാണ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് y, y-ന്റെ ഡയറക്ഷൻ ഇൻക്രീസിങ്. അപ്പോൾ നമുക്ക് എങ്ങനെ വരക്കാം, വെർട്ടിക്കൽ ലൈൻ കട്ട് എന്ത് ചെയ്യുന്നത്, ആർ എന്നുള്ള റീജിയനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് y അല്ല. അപ്പോൾ ഇതാണ് L എന്നുള്ള ലൈൻ വരിക. ഓക്കെ, വെർട്ടിക്കൽ ലൈൻ വരുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ അങ്ങനെ വരച്ചു. ഇനി അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് y-ന്റെ ലിമിറ്റ് ചൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ ലൈൻ ഈ ഒരു റീജിയനിലോട്ട് എൻട്രി ചെയ്യുന്ന ഈ ഒരു കർവ് അല്ലേ, എൻട്രി ചെയ്യുന്നത് ഇപ്പോൾ ഏതിലൂടെയാണ്, ഈ ഒരു കർവിലൂടെ അല്ലേ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്തായി ചൂസ് ചെയ്യാം, y-ന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. അതായത് ഇതിപ്പോൾ സപ്പോസ് g1 of x ആണെന്നുണ്ടെങ്കിൽ y-ന്റെ ലോവർ ലിമിറ്റ് എന്ത് വരും, g1 of x. ആൻഡ് ഈ ഒരു വെർട്ടിക്കൽ ലൈൻ ലീവ് ചെയ്തു പോകുന്നത്, ഈ ഒരു റീജിയനിന് പുറത്തേക്ക് പോകുന്നത് ഏത് കർവിലൂടെയാണോ ആ കർവിനെ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം, y-ന്റെ എന്താന്ന് ചൂസ് ചെയ്യാം, അപ്പർ ലിമിറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ സ്റ്റെപ്പ് 2 പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. നെക്സ്റ്റ് സ്റ്റെപ്പ് 3 വരുന്നത് എന്താണ്, ചൂസ് എക്സ് ലിമിറ്റ് ദാറ്റ് ഇൻക്ലൂഡ് ആൾ ദ വെർട്ടിക്കൽ ലൈൻ ത്രൂ ആർ. വെർട്ടിക്കൽ ലൈൻ നമ്മൾ എങ്ങനെയാണ് വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞത്, ഇതാണ് അല്ലേ വെർട്ടിക്കൽ, ആ ആറിലൂടെ പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ ലൈൻ. അതിന് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ എക്സിലൂടെ എക്സിന്റെ ഓരോ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ y ആക്സിസിന് വെർട്ടിക്കൽ ആയിട്ടുള്ള കർവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് എന്തായിട്ട് ചൂസ് ചെയ്യാം, എക്സിന്റെ ലിമിറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അപ്പോൾ നമുക്ക് എക്സിന്റെ ലിമിറ്റും കിട്ടി y-ന്റെ ലിമിറ്റും കിട്ടി അല്ലേ. ദെൻ എന്ത് ചെയ്യാം, ഡബിൾ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആ എഫ് ഓഫ് എക്സ് വൈ ഡി എസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി. ഇത് എക്സിന്റെ ലിമിറ്റ് ആണ്, ഇത് y-ന്റെ ലിമിറ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ആദ്യം എന്ത് ചെയ്യുക, dy വിത്ത് റെസ്പെക്ട് ടു y-ൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു x-ൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് റീജിയൻ ഓഫ് ടൈപ്പ് 1-ന്റെ കേസാണ്. ഇനി സെയിം ഇതുപോലെ തന്നെ റീജിയൻ ഓഫ് ടൈപ്പ് 2 ആണെന്നുണ്ടെങ്കിലോ എങ്ങനെ എഴുതും, ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ അല്ലേ, സ്കെച്ച് ദ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ആൻഡ് ലേബൽ ദ ബൗണ്ടിങ് കർവ്സ്. സെയിം സ്റ്റെപ്പ് തന്നെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 2
മാറും അല്ലേ? എങ്ങനെ വരും? ഇമാജിൻ എ ഹൊറിസോണ്ടൽ ലൈൻ എൽ കട്ടിംഗ് ത്രൂ ആർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് എക്സ് എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്തായിട്ട് മാറും? ഇവിടെ റീജിയൻ ഒക്കെ ഉണ്ടാവും അല്ലെ? റീജിയൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു എക്സ് ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? ഹൊറിസോണ്ടൽ ആയിട്ട്, ഓക്കെ, ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ലൈൻ വരക്കുക, കട്ടിങ് ത്രൂ ആ റീജിയനെ കട്ട് ചെയ്ത് പോകണം എന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? മാർക്ക് ദ എക്സ് വാല്യൂ വേർ എൽ എൻറ്റേഴ്സ്. എൽ എൻറ്റർ ചെയ്യുന്ന ഈ ഒരു ലൈൻ അല്ലെ, ഹൊറിസോണ്ടൽ ലൈൻ എൻറ്റർ ചെയ്യുന്ന ഈ ഒരു കർവ് ഏതാണോ അതിന് നമുക്ക് എക്സിന്റെ ലിമിറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് അത് ലീവ് ചെയ്യുന്ന ഈ ഒരു കർവ് അത് ഏതാണോ അതതിന്റെ അപ്പർ ബൗണ്ട് ആയിട്ടും ഇത് ലോവർ ബൗണ്ട് ആയിട്ടും ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സിന്റെ ലിമിറ്റ് കിട്ടി. ദെൻ വൈ എന്ത് ചെയ്യാം? ചൂസ് y limits that include r the horizontal lines through r എന്ന് എഴുതാം. ദെൻ ഡബിൾ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. അത് ക്ലിയർ ആയില്ലേ? ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നോക്കാം, അപ്പൊ ഒന്നും കൂടെ ക്ലിയർ ആവും. ഇതാണ് പ്രോബ്ലം വരുന്നത്. ഇന്റഗ്രേറ്റ് f of xy is equal to x by y over the region in the first quadrant bounded by the line y is equal to x, y is equal to 2x, x equal to 1, x equal to 2. അപ്പൊ നമുക്ക് ഇവിടെ ലൈൻ സെഗ്മെന്റ് ആണ് തന്നിട്ടുള്ളത്, y ഈക്വൽ ടു എക്സ് ആൻഡ് y ഈക്വൽ ടു 2. y വാരി ചെയ്യുന്ന ലിമിറ്റ് ആണെന്ന് ഇത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ y varies from x to 2x എന്ന് പറഞ്ഞാൽ x less than or equal to y less than or equal to 2x ഇങ്ങനെ തന്നെ, ഇങ്ങനെയല്ല തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളോട് പറഞ്ഞത് ഫംഗ്ഷൻ f of xy എന്നുള്ള ഫംഗ്ഷൻ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ബൗണ്ടഡ് ബൈ ദ ലൈൻ y is equal to x, y is equal to 2x, x equal to 1, x equal to 2. ഇത് അങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ ആദ്യം നമ്മളോട് സ്റ്റെപ്പ് 1 എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് അത് തന്നെ ഫോളോ ചെയ്യാം. സ്റ്റെപ്പ് 1 സ്കെച്ച് ദ റീജിയൻ അല്ലേ? റീജിയൻ നമുക്ക് ആദ്യം വരച്ചു നോക്കാം. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, അപ്പൊ നമുക്ക് പോസിറ്റീവ് മാത്രം നോക്കിയാൽ മതി അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ എങ്ങനെ വരക്കാം? ആദ്യം y ഈക്വൽ ടു എക്സ്, y ഈക്വൽ ടു 2x. അതിന്റെ ഗ്രാഫ് എങ്ങനെ വരും നോക്കാം. y ഈക്വൽ ടു എക്സ്, y is equal to 2x. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന് ഏത് വാല്യൂ ആണ് കൊടുക്കുന്നത് സെയിം അത് തന്നെ ആയിരിക്കും വൈന് വരും അല്ലേ? അപ്പൊ 0 ആണെന്നുണ്ടെങ്കിൽ 0 വരും. സീറോ എന്നുണ്ടെങ്കിൽ എന്ത് വരും? 0. 1 ആണെന്നുണ്ടെങ്കിൽ 1 ആൻഡ് 2 ആണെന്നുണ്ടെങ്കിൽ 2 തന്നെ, 3 തന്നെ വരും അല്ലേ? എക്സിന് ഏതാണോ വാല്യൂ അത് തന്നെയാണ് വൈ വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ലൈനാണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ആയിരിക്കും y ഈക്വൽ ടു എക്സ് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ y ഈക്വൽ ടു 2x ആണെന്നുണ്ടെങ്കിലോ എക്സിന് 0 കൊടുത്താൽ y 0 ആണ്, എക്സിന് 1 കൊടുത്താൽ എന്താ വരിക? x ഈക്വൽ ടു 1 ആകുമ്പോൾ y ഈക്വൽ ടു 2 ആണ് അല്ലേ? x ഈക്വൽ ടു 2 ആകുമ്പോൾ y ഈക്വൽ ടു എന്താ വരിക? 4 ആണ്. ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? അതായത് 1 2 ആൻഡ് 2 4 ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെയാണ് ഒരു ലൈൻ തന്നെയാണ് ഇത്, ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വരച്ചു. അപ്പോൾ ഇതാണ് y ഈക്വൽ ടു 2x എന്നുള്ളത് വരുന്നത് അല്ലേ? ഇനി അതുപോലെ x ഈക്വൽ ടു 1, x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഏതാണ് വരിക? y ആക്സിസിന് പാരലൽ ആയിക്കൊണ്ട് നമുക്ക് വരക്കാം. ഓക്കെ, ഇതാണ് x ഈക്വൽ ടു 1. അതുപോലെ നെക്സ്റ്റ് എന്തായിരുന്നു? x ഈക്വൽ ടു 2 അല്ലേ? x ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഇതാണ് x ഈക്വൽ ടു 2. അപ്പൊ ഇത് നാലും കൂടെ വരുന്ന റീജിയൻ ഏതാണ്? അപ്പോൾ ഈ 4 കർവുകൾ അല്ലേ, അത് ജോയിൻ ചെയ്ത റീജിയൻ ഏതാ വരുന്നത്? ഇതല്ലേ? റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇതാണ് റീജിയൻ വരുന്നത്. ഇനി നമ്മളോട് സ്റ്റെപ്പ് 2 എന്താ പറയുള്ളത്? സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാല് ഒരു വെർട്ടിക്കൽ ലൈൻ സെഗ്മെന്റ് വരക്കാൻ അല്ലേ? വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ എന്നുള്ളത് നമ്മൾ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണ്? ഇവിടെ ടൈപ്പ് 1 ആയിരിക്കും ഏകദേശം, കാരണം നമുക്ക് ലിമിറ്റ് കറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിലും കർവ് തന്നിട്ടുള്ളത് എക്സിന്റെ എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ? അതുപോലെ തന്നെ വൈൻ്റെത് ഫംഗ്ഷൻ വേരിയബിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റീജിയൻ ഓഫ് ടൈപ്പ് 1 ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് വെർട്ടിക്കൽ ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. എങ്ങനെയാണ് നമ്മൾ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കേണ്ടത്? ത്രൂ ദ റീജിയൻ അല്ലേ? ഈ റീജിയനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കേണ്ടത്. ഓക്കെ, ത്രൂ ദ റീജിയൻ അല്ലേ? ഇതാണ് നമ്മളുടെ എന്ത്? എൽ എന്നുള്ള ലൈൻ സെഗ്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ലൈൻ സെഗ്മെന്റ് ഈ ഒരു റീജിയനിലേക്ക് കടക്കുന്ന ഈ ഒരു പോർഷൻ ഇത് ഏതാണ്? ഈ കടക്കുന്ന ഈ പോയിന്റ് പറഞ്ഞാൽ ഇത് ഏതാണ് കർവ് വരുന്നത്? y ഈക്വൽ ടു എക്സ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. y എന്ന് പറഞ്ഞാൽ എന്താണ്? y ന്റെ ലോവർ ലിമിറ്റ് എന്താണ്? x ആണെന്ന് ചൂസ് ചെയ്യാം. അത് ഓക്കെ. അതുപോലെ
ഇത് ലീവ് ചെയ്ത് പോകുന്നത്, ഇത് ഏതാണ് കർവ് വരുന്നത്? ലീവ് ചെയ്ത് പോകുന്ന കർവ് പറഞ്ഞാൽ ഇതാണ് അല്ലേ, ഈ കർവാണ്. ഇത് ഏതാ വരുന്നത്? y = 2x. അപ്പോൾ y = 2x ആണ് എന്ത് വരുന്നത്? ഇതിന്റെ അപ്പർ ബൗണ്ട്. അപ്പോൾ y varies from എങ്ങനെയെന്ന് എഴുതാം? y ഇത് തന്നെയാണ് വരുന്നത് അല്ലേ. എങ്ങനെയാണ് y varies from എന്ന് പറഞ്ഞാൽ x < y < 2x. ഇതാണ് എന്ത് വരുന്നത്? y വാരി ചെയ്യുന്നത്. ഓക്കെ, ചൂസ് ചെയ്തു. അതുപോലെ ഇനി സ്റ്റെപ്പ് 3 എന്താ പറയുന്നത്? ചൂസ് ദ എക്സ് ലിമിറ്റ് അല്ലേ. എക്സ് ലിമിറ്റ് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം? അതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈൻ ഇതിൽ ഫസ്റ്റ് എൻട്രി ചെയ്ത് ഈ റീജിയനിലേക്ക് എൻട്രി ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പോർഷനിൽ ആദ്യം ഇൻക്ലൂഡിങ് വെർട്ടിക്കൽ ലൈൻസ് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്? ഇത് രണ്ടും തന്നെയാണ്. x = 1 ഉം x = 2 തന്നെയാണ് ഇതിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x varies from 1 to 2. 1 < x < 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റ് കിട്ടി. ലിമിറ്റ് എങ്ങനെയാണ് ലിമിറ്റ് വരുന്നത് എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലേ. ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? സ്റ്റെപ്പ് 4 എന്താ പറയുന്നത്? ഇനി സ്റ്റെപ്പ് 4 അല്ലേ. സ്റ്റെപ്പ് 4 എന്താ പറയുന്നത്? ഇന്റഗ്രൽ ഫസ്റ്റ് എക്സിന്റെ വാല്യൂ എടുക്കാം. 1 to 2 ഇന്റഗ്രൽ x to 2x f of xy എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? x/y dy dx. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റെപ്പ് 1 എല്ലാ ലൈൻ സെഗ്മെന്റും വരച്ചു അല്ലേ. വരച്ചതിന് ശേഷം നമ്മൾ റീജിയൻ അടയാളപ്പെടുത്തി. സെക്കൻഡ് സ്റ്റെപ്പിൽ റീജിയന് വെർട്ടിക്കൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലൈൻ സെഗ്മെന്റ് വരക്കുക. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടും? അത് എൻട്രി ചെയ്യുന്ന ലൈൻ എൻട്രി ചെയ്യുന്ന കർവ് ഏതാണോ അതാണ് എന്ത് വരുന്നത്? അതിൻ്റെ ലോവർ, അതുപോലെ തന്നെ ലോവർ ബൗണ്ട് വരുന്നത്. അതുപോലെ തന്നെ അത് ലീവ് ചെയ്യുന്നത് അതിൻ്റെ അപ്പർ ബൗണ്ട് ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ലിമിറ്റ് എന്ന് കിട്ടും. അതുപോലെ തന്നെ എക്സിൻ്റെതും അതുപോലെ ചൂസ് ചെയ്യുക. അത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രൽ 1 to 2 and integral x to 2x x/y dy dx അല്ലേ. ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ 1 to 2 വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ് അല്ലേ. x × 1/y. 1/yന്റെ ഇന്റഗ്രൽ എന്താ വരിക? log y അല്ലേ. x log y x 2x dx വരും അല്ലേ. ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? x log 2x മൈനസ് x log x dx ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2. ഇവിടെ x കോമൺ ആണ്. x × log 2x മൈനസ് log x അല്ലേ. log a മൈനസ് log b എന്ന് പറഞ്ഞാൽ എന്താണ്? log a/b എന്ന് വരും അല്ലേ. അപ്പം എന്തൊരു log 2x/x എന്ന് വരും dx എന്ന് വരും. അപ്പോൾ x log 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 x log 2 dx എന്ന് വരും. അപ്പോൾ ഇവിടെ എന്തായി? log 2 കോൺസ്റ്റന്റ് ആയി. അപ്പം ഇനി എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. log 2 x മാത്രമേ വരുള്ളൂ അല്ലേ. അപ്പോൾ x²/2 ഇന്റഗ്രൽ 1 to 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 1/2. ഇപ്പം എന്ത് എഴുതാം? log 2 = log 2 ഇൻറ്റു ഇതെന്ത് വരും? 4 - 1/2 എന്ന് പറയുമ്പോൾ 3/2 എന്ന് വരും അല്ലേ. അപ്പോൾ എന്തൊരു 3/2 log 2 ആണ് ആൻസർ.